ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു. ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഈ സ്കിന്നി ആയിട്ടുള്ളവർക്ക് എങ്ങനെ പെട്ടെന്ന് ബൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ആ കമൻറ്റ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ബൾക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ ഫുഡിൽ ആഡ് ചെയ്യേണ്ട കുറച്ച് കിടിലം ഫുഡ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതുപോലത്തെ കിടിലം ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ സ്കിന്നി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഓട്സ് ഷേക്ക്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഒരു 100 ഗ്രാം ഓട്സ് എടുക്കണം, ഒരു ഗ്ലാസ് മിൽക്ക് എടുക്കണം, എന്നിട്ട് അതിലൊരു 100 ഗ്രാം പീനട്ട് ആഡ് ചെയ്യണം. ഏത്തപ്പഴം ഇല്ലേ, ഏത്തപ്പഴം 2 ഇടണം. എന്നിട്ട് അത് ഷേക്ക് ചെയ്ത് കുടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറൗണ്ട് ഒരു 1200 കലോറി അതിൽ നിന്ന് കിട്ടും. ബൾക്കിംഗ് ആണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 2500 കലോറിക്ക് മുകളിൽ ഡെയിലി ഫുഡ് ഇൻടേക്ക് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ ഡെയിലി അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 50 കിലോ ആണെങ്കിൽ അതൊരു 60 കിലോ ആക്കി മാറ്റാൻ പറ്റൂ. പക്ഷേ പലരും ചെയ്യുന്നത് കുറേ ഫുഡ്സ്, ഈ ഓയിൽ അടങ്ങിയ ഫുഡും ഷുഗർ അടങ്ങിയ ഫുഡും കഴിച്ചിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ടും ചെയ്തിട്ട് സ്കിന്നി ആയിട്ടുള്ളവർ ബൾക്ക് ആവുന്നില്ല എന്നുള്ള പരാതികളാണ് ഇപ്പോഴും കമന്റിലായാലും എല്ലായിടത്തും വരാറുള്ളത്. ഡയറ്റ് പ്ലാൻ ചോദിച്ചു പറഞ്ഞ പലരുടെയും അവസ്ഥ ഇതാണ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ബൾക്കിംഗ് ആണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഫാറ്റ് അടങ്ങിയ ഫുഡ് കഴിക്കാതെ ഇതുപോലത്തെ പീനട്ട്സ്, ഓട്സ്, ഏത്തപ്പഴം, ഇതുപോലെ മിൽക്ക്, ഇതെല്ലാം ആഡാക്കി നിങ്ങൾ മിക്സ് ചെയ്ത് രാവിലെയും വൈകിട്ടും ഒന്ന് കുടിച്ചു നോക്ക്. നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 2500 കലോറി കിട്ടും. നിങ്ങൾ അതിൽ നിന്ന് എത്ര കൂടുതൽ ഫുഡ് കഴിക്കുന്നു അത്രയും കൂടുതൽ നിങ്ങൾക്ക് ബൾക്കാവാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ആദ്യമേ മസിൽ ബിൽഡെല്ലാം നോക്കണം. നിങ്ങൾക്ക് സ്കിന്നി അല്ലേ, ആദ്യം നിങ്ങളൊന്ന് ബൾക്കാക്കിയതിന് ശേഷം നിങ്ങൾ മസിൽ ബിൽഡാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. അതാകുമ്പോഴേ ഒരു ലീൻ ബോഡി വരും. ആദ്യമേ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ നിന്നാൽ കട്ട് ചെയ്ത് വരുമ്പം നിങ്ങൾ തീരെ അങ്ങ് ചുരുങ്ങിപ്പോവും, ഒരു ഷേപ്പ് കാണൂല. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഓട്സ് ഷേക്ക് രാവിലെയും വൈകിട്ടും ഓട്സ് ഷേക്ക് കഴിക്കണം. ഓട്സ് ഷേക്ക് നിങ്ങൾക്ക് ജ്യൂസ് പോലെ കുടിക്കാം, അല്ലാതെ സ്മൂത്തി പോലെ സെറ്റ് ചെയ്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. പല രീതിയിൽ ചെയ്യാം. ഞാൻ ഷേക്ക് അടിച്ച് കുടിക്കാറാണ് പതിവ്. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യാനുള്ളത് ഒരു മിനിമം ഒരു 5 എഗ്ഗ്. ഒരു എഗ്ഗിൽ ഏകദേശം 18 കലോറി ഉണ്ട്. അപ്പം 10 എഗ്ഗ് ആയപ്പോൾ ഒരു 800 കലോറി വന്നു. അപ്പം ഈ 2500 പോയിട്ട് ഒരു 800 കൂടെ കൂടെയാണ് അതിൽ. അപ്പം അതും കൂടെ ആടാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ബൾക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 5 അല്ലേ ഒരു 6 എഗ്ഗ് കഴിച്ചിരിക്കണം. ബാക്കി ടൈം നിങ്ങളൊരു ചോറ് എടുക്കുമ്പോഴായാലും, ബാക്കി ഇതിപ്പം 3 നേരം അല്ലേ ഉള്ളൂ ഷേക്കായിട്ടും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഷേക്ക് എടുത്ത്, ഒരു വൈകിട്ട് ടൈം ഷേക്ക് എടുത്ത്, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നൈറ്റ് ഒരു 5 എഗ്ഗ് ഫുള്ള് കഴിച്ചാൽ മതി. ഉച്ചയ്ക്ക് നിങ്ങൾ കഴിക്കും, അപ്പോഴേ നിങ്ങളെ കലോറി ഇൻടേക്ക് ആയി, ബൾക്ക് ചെയ്യാനുള്ള സംഭവമായി ആ ദിവസത്തെ. എന്നിട്ട് നിങ്ങൾ വീണ്ടും കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സൈസ് കയറും. ഞാൻ സ്കിന്നി ആയിട്ടുള്ളവരെ ആരോട് പറയണ, ഫാറ്റ് ലോസ് ചെയ്യാനുള്ളവർ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഫാറ്റ് കൂടെ ഉള്ളൂ, അല്ലാതെ സൈസ് കുറയില്ല. കട്ട് ചെയ്തെടുക്കാൻ പറ്റൂല. കട്ട് ചെയ്യണവർ ഈ പരിപാടിക്ക് ഈ വീഡിയോ കാണണ്ട. കട്ട് ചെയ്യണവർക്കുള്ള വീഡിയോ അല്ല ഇത്. അപ്പം ബൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കൂടി കഴിക്കുക. കൂടുതലും വൈറ്റ് റൈസ് എടുക്കുന്നതായിരിക്കും നല്ലത്. വൈറ്റ് റൈസ് ഒരു 200 ഗ്രാം വൈറ്റ് റൈസും അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വീട്ടിലുള്ളത്, അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ എടുത്താൽ അത്രയും നല്ലത്. പിന്നെ ഉള്ള ഇത് വെച്ച് നിങ്ങൾക്ക് ബൾക്ക് ചെയ്യാനല്ലേ, ഇപ്പം മസിൽ ബിൽഡ് നോക്കുന്നില്ലല്ലോ. ലീൻ ബൾക്കിന്റെ വീഡിയോ ഞാൻ അല്ലാതെ ചെയ്യാം. ഇത് ജസ്റ്റ് ഇപ്പോൾ ഒരു 60 കിലോ ഉള്ളവർക്ക് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അതൊരു 70 കിലോ ആക്കാൻ എങ്ങനെയെന്നുള്ള ഫുഡിന്റെ വീഡിയോ ആണ് ഞാൻ പറയുന്നത്. ഇത് ഡയറ്റ് ഒന്നും അല്ല, നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൽ ഇതും കൂടെയൊക്കെ ഒന്ന് ആഡാക്കണം, അത്രേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് ആഡാക്കാനുള്ളത്. ഓട്സ് ഷേക്ക് രാവിലെയും വൈകിട്ടും ഓട്സ് ഷേക്ക്, പിന്നെ ഒരു 5 എഗ്ഗ് ഫുള്ള്. പിന്നെ ആ ഓട്സിൽ എന്തൊക്കെ ചേർക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓട്സ്, മിൽക്ക്, പീനട്ട്, പിന്നെ ഡേറ്റ്സ് പറ്റുമെങ്കിൽ മാക്സിമം ചേർത്തോ. മിനിമം ഒരു 10 എങ്കിലും ചേർത്തോ. ഒരു ഡേറ്റ്സിൽ തന്നെ ഏകദേശം 50 കലോറി എന്തോ ഉണ്ട്. 10 ഡേറ്റ്സ് എടുക്കുമ്പോൾ തന്നെ 500 ആയി. ഈ ഡേറ്റ്സ് ഒക്കെ ഇട്ട് ഷേക്ക് അടിച്ച് ഒരു ഷാർജ കുടിക്കുന്നതിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും. പിന്നെ കട്ടപ്പാലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷാർജ ഷേക്ക് കുടിക്കുന്നതിൻ്റെ ടേസ്റ്റിൽ തന്നെ ഇത് കുടിക്കുകയും ചെയ്യാം. എക്സ്ട്രാ ഡയറ്റ് ഫുഡായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പോൾ ഞാൻ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത്, സ്കിന്നി ആയിട്ടുള്ളവർക്ക് ബൾക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ള ഫുഡെല്ലാം കഴിക്കുക. അത്യാവശ്യം ഇഷ്ടമുള്ള ഫുഡും കഴിക്കാം,
ഇതുപോലത്തെ കുറച്ച് ഷേക്കൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് സൈസ് ആവാം. പിന്നെ കറക്റ്റ് ഷേപ്പിനൊക്കെ സൈസ് ലീൻ ബൾക്ക് ആവണമെങ്കിൽ കുറെ കൂടെ പ്രോട്ടീൻ ഫുഡ് കൊടുക്കേണ്ടി വരും. നിങ്ങളെ വെയിറ്റിന്റെ ഇരട്ടി പ്രോട്ടീൻ ഫുഡ് കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതുപോലത്തെ കിടിലം കിടിലം വീഡിയോസ് ആയിട്ട് ഞാൻ വരും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ബൾക്കിങ്ങിനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഓരോ കമന്റ്സ് ഇടുമ്പോഴാണ് എനിക്ക് ഓരോ കണ്ടന്റ് കിട്ടുന്നത്. നിങ്ങൾക്കുള്ള ഡൗട്ട്സ് അല്ലേ ഞാൻ തീർത്ത് തരേണ്ടത്, അല്ലാതെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗമാവണമെന്നില്ല. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച് അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ ഇല്ലയെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ഹെൽത്തി. സൈനിങ് ഓഫ് ഫർഹത്ത് ഫിറ്റ്നസ്.